ഹായ് നമസ്കാരം. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ നല്ല ചുക്ക് കാപ്പിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ദ ഹൈവ് റിസോർട്ടാണ് കേട്ടോ, വയനാട് മുട്ടിലുള്ള. ഞാൻ ഒരുപാട് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഡിസിഷനായ കാരണം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി നല്ല റിസോർട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ എന്തോ അന്ന് വെക്കേഷനൊക്കെ കാരണം പലതും എനിക്ക് കിട്ടിയില്ല. പക്ഷേ എങ്ങനെയോ എനിക്കൊരു റീല് വഴി ഞാൻ അട്രാക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട്. പക്ഷേ എനിക്ക് ആ റീലിൽ കണ്ട അതേ സെയിം ആംബിയൻസ് തന്നെയാണ് കേട്ടോ അവിടെ ഫീൽ ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് വെൽക്കമിങ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മാലയുണ്ടോ, അത് ഏലക്കായൊക്കെ വെച്ച് കോർത്ത നല്ലൊരു മാലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് വന്നു കേട്ടോ. റൂമാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ടുള്ള റൂമായിരുന്നു. നമ്മൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ. പിന്നെ എല്ലാവരുടെയും പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൂമിൻ്റെ ബാൽക്കണി തന്നെയായിരുന്നു. കാരണം ആ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചങ്ങനെ എന്താ പറയുക, ഒരുപാട് ദൂരത്തോളം നമുക്കിങ്ങനെ കാട് തന്നെ കാണാം. കാടല്ല, നമുക്ക് നമ്മുടെ ആ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഒരു വളരെ ഭംഗിയുള്ള ഒരു എന്താ പറയുക വ്യൂ ആണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, പക്ഷെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു, പിന്നെ എന്താ പറയുക, ഈ ചീവീടിൻ്റെയും മറ്റ് ഒരുപാട് കിളികളുടെയും അങ്ങനെ ഒരുപാട് ഏതൊക്കെയോ ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ചെറിയ ചെറിയ ആനിമൽസിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് നല്ലൊരു എന്താ പറയുക നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ട്. പിന്നെ നമ്മളെല്ലാവരും ചെക്ക് ചെയ്യുന്നത് ബാത്റൂമാണല്ലോ, ബാത്റൂമിലെ ഫെസിലിറ്റീസ് ആണല്ലോ. അതെല്ലാം ഇവിടെയും എല്ലാം ഹൈ ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ പേ ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ ലഞ്ച് വന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ 65 ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അതൊക്കെ വന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ്ലി നമ്മൾ പൂളിലേക്കാണ് ഇറങ്ങിയത്. ഞങ്ങൾ ആ സമയത്ത് ചെന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പിന്നെ പൂളിൽ നിന്ന് തിരിച്ച് വരാൻ പറ്റാത്തത്ര ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ മോനാണെങ്കിലും സ്വിമ്മിങ്ങൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവനും അത്യാവശ്യമൊക്കെ നന്നായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തു സ്വിമ്മിങ് പൂളിൽ. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് നല്ല പഴംപൊരിയും ഇലയുടെയൊക്കെ ആയിട്ടുള്ള നല്ല ചായയൊക്കെ അതൊക്കെ കൂട്ടി നല്ല ചായയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്ക് കുക്കിംഗ് ഡെമോ കാണിച്ചു തരും. അന്നൊരു മത്തൻ വിളയിച്ചതാണ് കേട്ടോ. നല്ല സ്വീറ്റായിട്ടുള്ളൊരു ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഡെസേർട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ടവൽ ആർട്ട് ഉണ്ടായിരുന്നു. ആ ടവൽ വെച്ചിട്ട് അവർ ഫ്ലവർ, എലഫൻറ്റ്, സ്വാന് എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ക്യാമ്പ് ഫയർ നമ്മൾക്ക് എനിക്ക്